അതായത് നമുക്ക് ഇന്നത്തെ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് കുറച്ച് വലിയ മാവ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. ഏകദേശം ഒരു 50 കൊല്ലത്തോളമായിട്ടുള്ള നേഴ്സറിയാണ് നമ്മുടെ കുമാർ നേഴ്സറി കൊല്ലം. ദിവസം ഒരു 500 ചെടിയെങ്കിലും വെക്കാത്ത ദിവസങ്ങളില്ലെന്ന് സാരം. അന്നേരം നമ്മൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും വലിയ ഫ്രൂട്ട് ഐറ്റം മാവ്, പ്ലാവ്, അബിയു, ഡങ്സൂര്യപ്ലാവ്, അതേപോലെ തന്നെ ഒരു വലിയ പേര എന്നിവ കൊണ്ടുചെന്ന് ഒരു വീട്ടില് കുഴിച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങളും കൂടെ പോരാട്ടോ. അതായത് നമുക്ക് ഇന്നത്തെ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ട് കുറച്ച് വലിയ മാവ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വയ്ക്കാൻ പോകുന്നത് നാംഡോക്കിലാണ്. നാംഡോക്മായി മാവ്, നല്ല അടിപൊളി നാംഡോക്മായി മാവ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയില് ആണ്. മാവ് മാത്രമല്ല, പേര, പിന്നെന്തായിരുന്ന അബിയുവിന്റെ പ്ലാന്റ്, പിന്നെ കോട്ടുകോണം മാവ്, അങ്ങനെ കുറെ പ്ലാന്റുകൾ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാൻ വേണ്ടി പോവാം. അതെ, നമുക്ക് ഈ ഒരു മാവെടുത്ത് ഈ കുഴിയിലോട്ടൊന്ന് നട്ടാലോ? ഇങ്ങോട്ട് തന്നെ അങ്ങനെ നമുക്ക് തന്നെ നേരെ നല്ല വൃത്തിയാവണം വലിയ കുഴിയെടുത്ത് പ്ലാന്റുകൾ ഇതേപോലെ വലിയ കുഴിയെടുത്ത് വെക്കാനായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നു. ആഹാരം കഴിക്കുന്നത് മാത്രമല്ല, പണിയൊക്കെ എടുക്കണ്ടേ? കണ്ടില്ലേ, ഇതേപോലെയൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുമ്പോൾ ഒരു രക്ഷയില്ല. പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കേൾക്കുന്നവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് എന്തായാലും നമുക്ക് കുറച്ച് നേരം കൃഷിപ്പണിയും കൂടെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തടിയൊക്കെ കുറച്ച് കുറയ്ക്കാം കേട്ടോ. അന്നേരം സമ്പത്ത് കാലത്ത് അന്നേരം തൈവത്ത് വെച്ച ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം. ഓക്കെ, അന്നേരം ഇത് ഓർക്കുക. അന്നേരം എന്തെങ്കിലുമൊക്കെ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നേ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോട്ടെ. ഓക്കെ, ടാറ്റ.